താങ്ക് യു നമസ്തേ തരുന്നുണ്ട്. രാമൻ എന്തേന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് വിഷ്ണു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. സച്ചുക്കുട്ടന്, സോണിക്കുട്ടി, വിനീഷ് ചേട്ടാ ഹായ് എന്ന് പറയുന്നുണ്ട്. അശ്വിൻ ബ്രോയുടെ തേപ്പ് കഥ അശ്വിൻ ബ്രോയുടെ ദാ, അശ്വിൻ ബ്രോയുടെ തേപ്പ് കഥ പറയുന്നുണ്ട് കേട്ടോ. അത് നീ പറയണം. 2 മാസത്തിന് 4 മുമ്പ് പ്രണയം ഉണ്ടായിരുന്നു. പറ കേക്കട്ടെ. ഒന്നാമത്തെ ഒരു പ്രണയം മിനിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2ാം മിനിറ്റ് ക്ലാസ്സിൽ ഒരു മിനിറ്റ് തുടങ്ങിയതാ. ഒരു മിനിറ്റ് അവരോട് ചോദിക്കട്ടെ. മൊത്തം കമന്റ്സ് വായിക്കണോ അതോ പ്രണയക്കഥ വായിക്കണോ എന്ന് പറഞ്ഞിട്ട് ആദ്യം കമന്റ് വായിക്കണോ അതോ പ്രണയക്കഥ കേൾക്കണോ? അത് നിങ്ങൾ ആദ്യം പറ, എന്നിട്ട് ഞാൻ വായിക്കത്തുള്ളൂ. പറ. അവരെഴുതട്ടെ, എന്നിട്ട് ഞാൻ വായിക്കാം. പറ. അവന്റെ തേപ്പ് കഥ കേൾക്കണോ അതോ ഇത് മൊത്തം കഥ എഴുതിയത് വായിക്കണോ? പ്രണയക്കഥ മതി. പ്രണയകഥ മതിയായിരുന്നു. ഓക്കെ. ആദ്യത്തെ പ്രണയകഥ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ തൊട്ട് എനിക്കൊരു കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. അതങ്ങ് 10ാം ക്ലാസ് വരെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞില്ല. പക്ഷെ 2ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ പ്രണയമാണ്. ഇപ്പോഴും അത് ബസ് സ്റ്റോപ്പിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് അതവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോകാറുണ്ട്. അവളായിരുന്നു ക്ലാസ് ഫസ്റ്റ്. നമ്മള് ലാസ്റ്റ് ബെഞ്ചർ ഒന്നും ഇല്ലായിരുന്നു, എന്നാലും പഠിക്കാൻ വലിയതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവള് ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു. എന്ത് ചെയ്യാൻ? അതായിരുന്നു എന്റെ ഫസ്റ്റ്. അത് കഴിഞ്ഞ് +1 +2 ഒരു പ്രേമം ഉണ്ടായിരുന്നു. +1 +2 പ്രേമം ഉണ്ടായത് +2 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ആ സ്കൂളിലെ സ്കൂൾ ലീഡറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ ആയി എനിക്ക് ഭയങ്കര ഉത്തരവാദിത്തങ്ങളായിരുന്നു. അതിന്റെ കൂടെ വീട്ടിൽ പൊക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നല്ലവനായ ഉണ്ണി ആയതുകൊണ്ട് അങ്ങ് നിർത്തി. അങ്ങനെയായിരുന്നു 2ാമത്തെ പ്രണയം. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് കുറെ ഇങ്ങോട്ട് ലവ് ലെറ്റർ കിട്ടിയ കഥകളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ പറയും ഞാൻ കള്ളത്തരം പറയാം, ഞാൻ തള്ളുവാന്നും പറയാം. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അല്ല, ഞാന് നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പിന് പോയ സമയത്ത് അത് കഴിഞ്ഞപ്പം ഒരു കൊച്ച് അവിടെ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു ലവ് ലെറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്യാമ്പ് കഴിഞ്ഞ് സ്കൂളിൽ വന്നപ്പോഴാണ് അവൾ അറിയുന്നത് എനിക്ക് മറ്റേ കൊച്ചുമായിട്ട് ഞാൻ ഓൾറെഡി പ്രണയത്തിലാണെന്ന് അറിഞ്ഞത്. അതോടെ ആ പെണ്ണ് ആ പരിപാടി അങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള ഒരു പെണ്ണ്, അതിന്റെ പേര് അങ്ങനെ എന്തോ ഹരണ്യ അങ്ങനെ എന്തോ ആണ്. അത് കുറെ കാലം ഒരു 4 വർഷം പുറകെ നടന്ന. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ട്രെയിനിങ് പീരീഡില് ഒരു തമിഴത്തി കൊച്ചുമായിട്ട് പ്രണയത്തിലായി. അത് ഇങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, എന്റെ വീട്ടിൽ സമ്മതിച്ചില്ല. അവൾ അവിടെ വീട്ടിൽ പറഞ്ഞു. 1 വർഷം പ്രണയിച്ചു. അത് കഴിഞ്ഞ് അവൾ അവിടെ വീട്ടിൽ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു. 2 പേരുടെയും വീട്ടിൽ സമ്മതിച്ചില്ല. ഹോട്ടി പാളീസ് ഫിനിഷ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ അത് 2 മാസത്തിന് മുന്നേ അത് ഞാൻ ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു എന്റെ കൂട്ടത്തിൽ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവള് എന്നെ പ്രണയിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റു പലരെയും പ്രണയിച്ചു. സിമ്പിൾ. അത് ഞാൻ പൊക്കി, അതോടെ അത് പൊട്ടി. മോനെ കൊള്ളാലോ. അടുത്തത് പറ. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളോ? ഇത്രേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും ഞാൻ കൊച്ചു ചെറുക്കനല്ലേ എന്ന്. എന്റെ അച്ഛനും പോലും ഇത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല. അശ്വിൻ കൊള്ളാന്ന് പറയുന്നുണ്ട്. അശ്വിൻ നിന്റെ പ്രണയം എന്ന് പറയുന്നുണ്ട്.